അത് പരിധി വെക്കുക. ഈ 8 മണി തൊട്ട് അലർട്ട് അല്ലെങ്കിൽ സിസ്റ്റം കൊണ്ടുവരട്ടെ. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഈ സ്കൂൾ ടൈമിൽ വണ്ടി ഓടുന്നത് ഇപ്പൊ നോക്കി ഒരാളിങ്ങനെ നോക്കിയിരിക്കണ്ട. വരുന്ന ഓവർ സ്പീഡിന് ആ 10 മണി തൊട്ട് 8 മണി തൊട്ട് 10 മണി വരെ ഓവർ സ്പീഡ് ഓട്ടോമാറ്റിക് അടിച്ചോട്ടെ. ഓട്ടോമാറ്റിക് അടിച്ചോട്ടെ. അപ്പൊ അടിച്ചതിന് ശേഷം ഇപ്പൊ ഒരു 3 എണ്ണം അടിച്ച് ആ വണ്ടി ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ചിലര് ഇങ്ങനെ അടിച്ചങ്ങ് പോകും. ഇപ്പൊ നമ്മള് പല ക്യാമറകളും കണ്ടിട്ടില്ലേ, ഓരോ വണ്ടികള് ബൈക്കുകൾ 15 വർഷം ടാക്സ് ഉള്ള വണ്ടിയാണ്. ഇത് അടിച്ചങ്ങ് പോകും. അടുത്ത 15 ആകുമ്പോഴത്തേക്ക് ആ വണ്ടി തൂക്കി വിറ്റാണ്. അതിൽ വരുന്ന ഭീമമായിട്ടുള്ള ഫൈനായിരിക്കും. അപ്പൊ അത് ഒരു 8 എണ്ണം ഒരു 10-12 എണ്ണം ഇതിനൊക്കെ കാണും, എന്നാലേ ബൈക്കുകളിലൊക്കെ ആവുള്ളൂ. അപ്പൊ അത് ആരും അങ്ങനെ അടയ്ക്കാറ് പോലില്ല. ഇതിപ്പോ ഞാൻ എന്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ ഒരു ഇളവ് കൊടുത്തും കൊണ്ട് 3ാമത്തെ അടച്ചില്ലെങ്കിൽ ആ വണ്ടി അവര് കണ്ടു കെട്ടട്ടെ. മനസ്സിലായി. അത്രയും കഠിനമായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. അല്ല ചുമ്മാ ഒരു തുച്ഛമായ ഒരു ഫൈൻ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ടൈം നീക്കം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഇത് വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കണം. വെറുതെ ചുമ്മാ അങ്ങ് ഇതാക്കിയിട്ട് പോകരുത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗവൺമെന്റിന് നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്. അത്രേ ഉള്ളൂ. സ്കൂൾ ടൈമിന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒരു ചെറിയൊരു ഹാപ്പി ആയിട്ട് അങ്ങ് പോവാം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോവാം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ടിപ്പർ ഓണറിന് നിങ്ങളുടെ അടുത്ത്, അതായത് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇവരും മനുഷ്യരാണ്, ഇവർക്കും ജീവിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ജീവിക്കണം. കുറച്ച് നിയമങ്ങൾ, ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ കുറച്ച് നിയമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും സുഖകരമായിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു ടിപ്പർ ഓണറിന് പറയാനുള്ളതും അതുപോലെ തന്നെ ആസ് എ ഡ്രൈവറിന് പറയാനുള്ളതും ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.